ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി, അതായത് അന്ന് വെള്ളിയാഴ്ചയാണ്, കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പം ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം കർക്കിടക മാസത്തിലെ ഏതു വെള്ളിയാഴ്ചകളും പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം കർക്കിടക മാസം ദേവി പ്രീതിക്ക് ഏറ്റവും ഒരു പ്രാധാന്യമുള്ള മാസമാണ്. ഒരു മാസത്തിലെ തന്നെ ആദ്യ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും വളരെ പ്രാധാന്യമുണ്ട്. അപ്പം കർക്കിടക മാസം കടന്നു പോവുകയാണ്. ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായ ഓഗസ്റ്റ് 15-ാം തീയതി നിങ്ങൾ ദേവി പ്രീതിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സർവ്വ ഐശ്വര്യങ്ങളും കടങ്ങൾ മാറാനും സമ്പത്തുണ്ടാകാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും ദേവി പ്രീതി അത്ഭുതകരമായി ജീവിതം മുഴുവൻ ഉണ്ടാകാൻ ഉപകരിക്കും. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ഇനി അടുത്ത വർഷമേ വരത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഞാൻ വീഡിയോ വെച്ചിട്ട് നേരത്തെ ഇടുന്നത്. കാരണം ഇത് ആരും കാണാതെ പോകരുത്, ആരും നഷ്ടപ്പെടുത്തരുത്. കാരണം ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ ഞാനിത് ഇടുകയാണ്. ഓഗസ്റ്റ് 15, 2025 വെള്ളിയാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച. അപ്പോൾ അത് ദേവിക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക. അമ്മയുടെ ഭദ്രകാളിയുടെ ദേവിയുടെ ദേവീക്ഷേത്രത്തിൽ ചെയ്യാം, ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാം, ഏത് ദേവീക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. അത്ഭുതകരമായി സമ്പത്തും ഐശ്വര്യവും ഒക്കെ നൽകുമെന്നുള്ളതാണ്. ഇനിയും പലപ്പോഴും ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പിൽ വരാറുണ്ട്. കടം സാറേ, കടമാ. ശരിയാണ്, കടം വരും. കടം എങ്ങനെ വരാതിരിക്കും? ഉള്ള പൈസയ്ക്ക് മുഴുവൻ ലോൺ അങ്ങ് എടുക്കും. ആദ്യം പോയി ലോൺ അങ്ങ് എടുക്കും. ലോൺ എടുക്കുമ്പം എത്ര വേണമെങ്കിലും അടയ്ക്കാം, കുഴപ്പമില്ല. അടയ്ക്കാം, ഒരു കുഴപ്പമില്ല. എടുത്തു കഴിയുമ്പോൾ ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരിക, മറ്റു കാര്യങ്ങൾ പെൻഡിങ് ആകുക, അങ്ങനെയുള്ള പ്രതിസന്ധികളാണ് കൂടുതലായിട്ടും ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തായിക്കോട്ടെ, ഏതായാലും ഞാൻ എന്നാലാവുന്ന ഒരു നല്ല കാര്യം പറഞ്ഞുതരാം. സാമ്പത്തികം ഉണ്ടാകാൻ അത് ചെയ്തവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത്. സാമ്പത്തികം പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ വഴിപാട് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ ഒന്നും ഉണ്ടാകത്തില്ല. ഈശ്വരാധീനം വരുന്നതോടൊപ്പം നമ്മൾ നമ്മളുടെ ഭാഗം പരിശ്രമിക്കുകയും കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. അപ്പോൾ ദൈവാധീനത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കാരണം സാമ്പത്തികം ഉണ്ടായവരുണ്ട് ഈ പറഞ്ഞ കാര്യം ചെയ്ത്. അത് പറഞ്ഞുതരാം. പക്ഷെ നമ്മളതോടൊപ്പം നമ്മളോട് നമ്മുടെ ഈശ്വരൻ തന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തി നന്നായിട്ട് പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ചെയ്തവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അത്ര എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ആ കാര്യം പറഞ്ഞുതരാം. പിന്നെ വാട്സാപ്പിൽ എപ്പോഴും മെസ്സേജ് വരുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾ മോശം കൂട്ടുകെട്ടിൽ പോകുന്നു, പിന്നെ തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. സാറേ, ഗൾഫിൽ പോയത് ഞങ്ങൾ ഒരുപാട് പൈസ കടം മേടിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു തൊഴിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തൊഴിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഉള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് വിദേശത്ത് പോയി ഇന്ന് നല്ല തൊഴിലിൽ ഇരിക്കുന്നവരുണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ദിവസവും രാവിലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഭദ്രകാളിയുടെ ഒരു രഹസ്യ മന്ത്രം. ഉറപ്പായിട്ടും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും, ധനസമൃദ്ധി ഉണ്ടാകും. എല്ലാം വാസ്തുദോഷവും ഏത് ദോഷവും ഉണ്ടായിക്കോട്ടെ, ദോഷമൊക്കെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ഭദ്രകാളിയുടെ കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും പറക്കും. സർവ്വ ഐശ്വര്യങ്ങളും വരും. ഭദ്രകാളിയുടെ അതീവ രഹസ്യമായ ഒരു ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഏതൊരു വീട്ടിലും മാസത്തിലൊന്ന് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ആ കുടുംബ ഐശ്വര്യത്തിന് ഒരു വഴക്കം ഉണ്ടാകത്തില്ല, ഒരു കലഹം ഉണ്ടാകത്തില്ല, മദ്യപാനമൊക്കെ താനേ മാറും. അതിനുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പലരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. സാറേ, അച്ഛൻ ആശുപത്രിയിലാണ്, അല്ലെ അമ്മ ആശുപത്രിയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ബുദ്ധിമുട്ട്. കാരണം ഞാനും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്, പലപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ വയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ വിഷമം എനിക്കറിയാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് നല്ലതായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്തു ചെയ്യാവുന്നൊരു നല്ല കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും കാര്യമാണെന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് എന്തിനാണ്?
നിങ്ങളിത് ഒന്നും മിസ്സാക്കാതെ മുഴുവൻ കാണണം. അത് നിങ്ങൾക്ക് ഗുണം ലഭിക്കും. അല്ല, ഞാൻ തിരക്കിയിരിക്കുമ്പോൾ എന്നോട് വാട്സപ്പിൽ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചോദിക്കരുത് വീഡിയോയിൽ പറഞ്ഞ് കേട്ടോ. അതിന് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ പറയുന്നുണ്ട്, നിങ്ങൾ മുഴുവൻ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ജീവിതത്തിൽ അത് ഉപകാരപ്പെടുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. 100% ഉപകാരപ്പെട്ടിരിക്കും. മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ബുക്കിൽ കൂടെ എഴുതി വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോയിലേക്ക് വരണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് പറയും, ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിലേക്കുള്ള ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല വഴിപാടുകളും വീഡിയോ പറയുന്ന നല്ല കാര്യം, അതുപോലെ അത്രയും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. അത് ഒരു ആഴ്ച ചെയ്തുകൊണ്ടോ 2 ആഴ്ച ചെയ്തുകൊണ്ടോ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അങ്ങനെ വിചാരിച്ചാലും ചെയ്യേണ്ട. അങ്ങനെയൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നിങ്ങളുടെ അവിടെ വിശ്വാസം കൊടുക്കുക, ആ വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും. നമ്മളുടെ പ്രയത്നവും കൂടെ പരിശ്രമം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടി വരും. ഇത്രയും മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണവും കിട്ടിയിട്ടുണ്ട്, കുടുംബവും രക്ഷപ്പെട്ടിട്ടുണ്ട്, ജീവിതവും മാറിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റേതായ പ്രാണായാമം പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് മെസ്സേജ് റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. വിശകലനം ചെയ്യേണ്ടവർക്ക് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യം പറയുന്നത് ഒരു നമ്മുടെ ആരെങ്കിലും ആശുപത്രി കിടക്കുകയാണ്, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അവരെ നല്ലതായിട്ട് കെയർ ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ചെയ്യുക. പിന്നെ അതോടൊപ്പം ചെയ്യാവുന്ന പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്നത്, നിങ്ങൾ കുളിമുറി എന്ന് കുളിച്ചീറനോട് വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് കഴിവതും വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് കിഴക്കോട് തിരിഞ്ഞു നിന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് ചന്ദനം കൊണ്ടൊരു മുഖച്ചാർത്ത് നേരുക. ചന്ദനം കൊണ്ട് ഒരു മുഖച്ചാർത്ത്. എന്നിട്ട് നിങ്ങൾ ഒരു തിങ്കളാഴ്ച അതുപോലെ ഒന്ന് ചെയ്തേക്കുക. ചെയ്താൽ നല്ല ഫലപ്രദമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വളരെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ ഓപ്പറേഷനൊക്കെ ചിലർക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടർ പറയും കുറച്ച് സാധ്യതയേ ഉള്ളൂ, കുറച്ച് സാധ്യത ഉണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട് എന്ന് കരുതി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഡോക്ടർ നിർദ്ദേശാനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ ചെയ്യാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് പറഞ്ഞു തന്നെ, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത് ആദ്യമേ പറയുന്നത്, ഞാൻ മറ്റുള്ളവരുടെ ഒരു വിഷമം ഞാൻ എൻ്റെ വിഷമമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളോടൊപ്പം അതുവരെ ജീവിച്ചവർ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ അവർ നല്ല റിക്കവറി ആയിട്ട് വരണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് നമ്മൾക്ക് പറ്റുന്നത് അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ അവർക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം കെയറിങ് കൂടെ കൊടുക്കുക. ഇത്രയും കാര്യം ചെയ്യാനുള്ളൂ. അത് നല്ലതായിട്ട് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച, കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച, നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിയമ്മയ്ക്ക് ഒരു കൂട് നല്ല മണമുള്ള ഒരു കൂട് സാമ്പ്രാണി, ഒരു ചെറിയ കെട്ട് വിളക്കത്തിരി, 5 രൂപ 10 രൂപയൊക്കെ ആകത്തുള്ളൂ. പിന്നെ ഒരു കൂട് കർപ്പൂരം, ഇത്രയും നിങ്ങൾ കൊണ്ടുപോവുക. അതോടൊപ്പം ചെറിയ ടിന്ന് നെയ്യ്, ഇത് 4 കൂടെ കൊണ്ടുപോയി നടക്കി വെച്ച് പ്രാർത്ഥിക്കണം. അമ്മേ, എനിക്ക് ജീവിതം മുഴുവൻ അമ്മയുടെ അനുഗ്രഹം നൽകണേ. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു കോടിക്കോടി. എൻ്റെ ജീവിതം മുഴുവൻ അമ്മയുടെ അനുഗ്രഹം അത് എന്നും എനിക്ക് നൽകണേ. അമ്മയുടെ അനുഗ്രഹം, സമ്പത്തും ഐശ്വര്യവും വേണ്ടതൊക്കെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഒരു കടുംബായുസത്തിനും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് കൂടെ രസീതെടുത്ത് അതുകൂടെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഇത് ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക. വിശേഷ ഫലമുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ചു നേരം ആ
അമ്മയെ ഒന്ന് ധ്യാനിക്കുകയും കൂടെ ചെയ്താൽ, എവിടെ ഇരുന്നാണ് ഈ കൊടിമരം കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങി മിക്കയിടത്തും ഈ ഇരിക്കാനൊക്കെ സൗകര്യം കാണുമല്ലോ. അതായത് ശ്രീകോവിലിന് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഹാളമൊക്കെ കാണുമല്ലോ. അവിടെയൊക്കെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇരുന്ന് അല്പനേരം അമ്മയുടെ പാദങ്ങളെ അമ്മയെ സങ്കല്പിച്ച് ആ പാദങ്ങളെ പൂർണ്ണമായിട്ടും സങ്കല്പിച്ച് അല്പനേരം ഇരുന്ന് ധ്യാനിച്ചാൽ, അമ്മയെ മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ പൂർണ്ണ അനുഗ്രഹം അമ്മയുടെ കിട്ടും. ഒരു സംശയം വേണ്ട. കാരണം അതൊരു രഹസ്യവിദ്യ, ഈ പാദങ്ങളെ ധ്യാനിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ചെയ്യുക വിശേഷ ഫലമാണ്. ഇനി അടുത്ത വർഷവും ഉള്ളൂ. നിങ്ങളത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന അവരുടെ കുട്ടികൾ മോശം കൂട്ടുകെട്ടി പോകുന്നു, അതുപോലെ തന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലർ ഉപയോഗിക്കുന്നു. പിന്നെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, തൊഴിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, ഇല്ല ചിലർക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്ന് വേണ്ട, അങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതിന് ഏത് മാസവും ഏത് വെള്ളിയാഴ്ചയും ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് ഒരാൾ ഒരു പെൺകുട്ടി അവർ ആദ്യം മാൾട്ടയ്ക്കാണ് പോയത്, അവിടെ നിന്ന് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോവുകയാണ്. നല്ല രീതിയിൽ കുടുംബം രക്ഷപ്പെട്ടു. അത് കുറേ തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ലളിതമായ കാര്യം ചെയ്താൽ മതി. വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസവും രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കൂടെ വെക്കണം. വളരെ നല്ലതാണ്. ഇനിയും ഇതിനകത്തൊരു ഇപ്പം സ്വഭാവം മോശം കൂട്ടുകെട്ടി പോകുന്നു, അവർക്കാണെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കൂടെ വെക്കണം, കടുംപായസവും കൂടെ വെക്കണം. ഇനിയും തൊഴിൽപരമായ കാര്യത്തിനാണെങ്കിൽ കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കൂടെ കൊടുക്കണം. അപ്പോൾ ഈ പ്രത്യേക രീതി വേണം ചെയ്യാൻ കേട്ടോ, ഒരു ആവശ്യം അനുസരിച്ച് വേണം. ഇനി അതല്ല, നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മാത്രം കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും മാത്രം ചെയ്താലും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽപരമായിട്ട് വളരെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെമ്പരത്തിമാല വെക്കുക. ചെമ്പരത്തിമാല ഇല്ല എന്നുണ്ടെങ്കിൽ ചുമന്ന പൂക്കളും വെള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക നിങ്ങളുടെ ആവശ്യം പോലെ. സ്വഭാവത്തിന് മോശം കൂട്ടുകെട്ടുകളിൽ പോകുന്നു, ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, പറഞ്ഞ അനുസരണയില്ല, പിള്ളേരൊക്കെ അങ്ങനെ മോശമായിട്ട് പോകുന്നുണ്ടെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കടുംപായസവും കൂടെ വെക്കണം. അത് വ്യാഴാഴ്ചകൾ ആവർത്തിക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഓരോ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് അതിൻ്റെ ഫലം വരുന്നത്. എത്രയോ ആളുകളുടെ ജീവിതം ഞാൻ പറഞ്ഞ ആ രീതി ചെയ്ത് മാറിയതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് അത് കൃത്യമായിരിക്കും, അത് ഫലം കാണും. കാരണം ഒരുപാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം, ആ പറഞ്ഞു തന്ന പ്രത്യേക രീതി അത് ചെയ്യണം, ആ കോമ്പിനേഷനിൽ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായി? സ്വഭാവത്തിലുള്ള സ്വഭാവം നന്നാകാൻ വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, തൊഴിൽ പ്രശ്നം മാറാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ആ രീതിയിൽ ചെയ്യണം, ആ പ്രത്യേക രീതിയിൽ ചെയ്യണം. ഈ വീട്ടിൽ ഇനി അതോടൊപ്പം തന്നെ കടം മാറാൻ വേണ്ടി ഏറ്റവും അനുഭവമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് കടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ. പക്ഷെ കടൻ അവനവനായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്, അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈശ്വരനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന നല്ലൊരു പരിഹാരം പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ തന്നെ പരിശ്രമിക്കുക. ഒന്നുകിൽ കടം കഴിവതും ഒഴിവാക്കാൻ പരിശ്രമിക്കുക, പിന്നെ അല്ലെ കടം എടുത്താൽ അത് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. കാരണം അവനവനായിട്ട് വരുത്തി വെക്കുന്നതാണ്. എല്ലാവർക്കും ലോൺ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ആ ലോൺ എടുത്താൽ എത്ര അടവ് വരുമെന്നോ അല്ലെ എന്നെക്കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്നോ ഇതൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുക. അത് ഈശ്വരനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോൺ എടുത്തിട്ട് അതുകൊണ്ട് അനുഭവിക്കുന്ന ഈശ്വരനല്ലല്ലോ, നമ്മളല്ലേ അനുഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈശ്വരനെ കുറ്റം പറയുന്നത്? അപ്പം നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ നമുക്ക് ദൈവാധീനത്തിന് വേണ്ടി ഒരു മനസ്സിനൊരു ശാന്തി, സമാധാനം, പുതിയ ഒരു മാർഗ്ഗങ്ങൾ കാണിച്ചു തരണേ ഈശ്വരനായി എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് ഉള്ളൊരു നല്ല വഴിപാട് പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ഒരുപാട് ജീവിതങ്ങൾ മാറിയ കാര്യമാണ്. ഇന്നും ഞാൻ ഒരാളോട് പറഞ്ഞിട്ടിരിക്കുകയാണ്, ബുധനാഴ്ചകളിൽ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നമ്മൾ ഈ കടയിൽ നിന്ന് ഇപ്പം പായ്ക്കറ്റ് അവൽ കിട്ടുമല്ലോ, അല്പം അവൽ മേടിക്കുക, അതൊരു തൂശനിലെ വെച്ച്, ഇനി തൂശനിലെ ഇല്ലേ പോലും അത് നടക്കി വെക്കുക. ഭഗവാനെ പൂർണ്ണ മനസ്സോടെ അവൽ നടക്കി വെക്കുക. ഇത് ബുധനാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഞാൻ സത്യമായിട്ട് പറയുന്നു,
വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്തവർക്കെല്ലാം ഭഗവാൻ പണം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഇന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഒരുപാട് അനുഭവമുണ്ട് എന്ന് കരുതി ഇത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം, നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം, നമ്മുടെ ജോലി ഏറ്റവും ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുകയും കൂടി വേണം. ഭഗവാന്റെ അനുഗ്രഹം തരുന്നത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ ജോലി ചെയ്യാതിരുന്നാൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നതോടൊപ്പം ഈശ്വരൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക കൂടി വേണം. ഇത് ഇങ്ങനെ ചെയ്തവർക്ക്, അതോടൊപ്പം പരിശ്രമം കൂടെ ചെയ്തവർക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ടായവരുണ്ട്. ഈ ഒരുപാട് അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാമ്പത്തികം ഇന്നല്ലേ നാളെ ഭഗവാൻ എന്തു കൊടുത്തോ അതിൻ്റെ എത്രയോ ഇരട്ടി ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു നൽകും. അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായവർക്കറിയാം. ഉറപ്പാണ് ഭഗവാൻ അത് നിങ്ങൾക്ക് എത്രയോ ഇരട്ടി തിരിച്ചു നൽകുമെന്നുള്ളതാണ്. അത് ബുധനാഴ്ചകൾ ആവർത്തിക്കണം സാധിക്കുന്ന പോലെ. അത് പാക്കറ്റവൽ വെച്ചാൽ മതി, ദൂഷണനെ ഇല്ലേപ്പോലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സാണ് ഭഗവാന് തരുന്നു. എന്നിട്ട് അത് അവൽ വെച്ചിട്ട് പ്രസാദമായിട്ട് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പം അത് പൂർണ്ണമായി നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ബുധനാഴ്ചകളിൽ ഭഗവാൻ അവൽ സമർപ്പിക്കുക. ഇതുപോലെ അവൽ സമർപ്പിക്കുക. നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കണം. അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം. നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം. ക്ഷേത്രത്തിൽ ഇരിക്കുന്ന അവൽ നിവേദ്യം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മേടിച്ചുകൊണ്ട് പോയി ഭഗവാന് കൊടുക്കുക, ഭഗവാനെ സമർപ്പിക്കുക. ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞിരുന്നത്. കാരണം കൃത്യമായിട്ട് ഇത് ചെയ്തവർ രക്ഷപ്പെടും, സംശയമൊന്നും വേണ്ട. സാമ്പത്തികം അതുപോലെ വരും. ഇന്ന് ചെയ്താൽ നാളെ സാമ്പത്തികം വരുമെന്നല്ല അർത്ഥം. ഇത് നിങ്ങൾ ആവർത്തിക്കണം. എപ്പോഴാണ് അനുഗ്രഹിക്കുന്നുള്ള ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതിപ്പോൾ നമുക്ക് നിർബന്ധിപ്പിച്ച് അനുഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ക്ഷമയോടുകൂടി ചെയ്യുക, വിശ്വാസത്തോടുകൂടി ചെയ്യുക. ഭഗവാൻ ഇന്നല്ലേ നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. പിന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന ഒരു കാര്യം വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റാത്തവർ ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. പറ്റുന്നവർ ചെയ്താൽ മതി. ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ആ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഭഗവാനെ അതുപോലെ വിശ്വാസത്തോടെ വയ്ക്കണം. ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ഭഗവാനെ സമർപ്പിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉടനെ ഫലം തരാം, അല്ല ചിലപ്പോൾ ഇത് രാമേശ്വരത്തിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഭക്തി പോലിരിക്കും, ഭഗവാനുള്ള വിശ്വാസം പോലിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അറിയാം. ഭഗവാൻ നല്ല നിലയിൽ സാമ്പത്തികം കൊടുത്ത ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തിന് ഞാൻ ചെയ്യും, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശ്രീകൃഷ്ണജയന്തിക്കാണ്. ഞാൻ ആദ്യം 1-2 കിലോ അവൽ കൊടുക്കാൻ അന്ന് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ 4 കിലോ ആയി, അങ്ങനെ കൂടാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, നിവൃത്തിയില്ലാത്ത അന്ന് എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടാണ്, നിവൃത്തിയില്ലാത്ത നീ ഇത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഞാൻ അവരോടൊന്നും മറുപടി പറയാൻ പോയില്ല. കാരണം അങ്ങനെയുള്ളവരൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊന്നും പറയണ്ട അവരോട്. അതൊക്കെ അവർ കർമ്മദോഷം കൊണ്ട് ചോദിക്കുന്ന. പക്ഷെ ഞാൻ പിന്നെ ഓരോ വർഷവും കൂടുതൽ അവൽ കൂട്ടി കൊണ്ടുപോകും. ഇപ്പം ഞാൻ 3/4 ചാക്ക് അവലാണ് കൊടുക്കുന്നത്. എനിക്ക് ശ്രീകൃഷ്ണജയന്തിക്ക് വേണ്ട 1 ചാക്കോ 2 ചാക്കോ 3 ചാക്കോ ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ 3/4 ചാക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അടുത്ത വേള 1 ചാക്കാകും. എന്തുകൊണ്ടാണെന്നറിയോ? മുഴുവൻ കൊടുക്കാത്തതിൻ്റെ കാര്യം. കാരണം ഇപ്പം ഞാൻ അവൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പോലെ വേറെ ആളുകൾ കാണും അവൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്കും അതിനുള്ള അവസരം കൊടുക്കണം. അതുകൊണ്ടാണ്. അല്ലെ മുഴുവൻ കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഭഗവാൻ എത്ര കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇത് ബുധനാഴ്ചകൾ ചെയ്താൽ, ഞാനത് ശ്രീകൃഷ്ണജയന്തിക്കാണ് ചെയ്യുന്നത്. ബുധനാഴ്ചകൾ ചെയ്താൽ ഉറപ്പായിട്ടും ഭഗവാൻ ഇവരെ രക്ഷപ്പെടുത്തിയിരിക്കും. കാരണം അതൊരു രഹസ്യമാണ്. ഭഗവാന് ബുധനാഴ്ചകൾ അവൽ, നിങ്ങളിപ്പോൾ ബുധനാഴ്ചകളുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് ചെയ്യുക. അങ്ങനെ സാധാരണ കട നടത്തി പിന്നെ വലിയ ടൂറിസ്റ്റ് ബസ്സൊക്കെ വാങ്ങിയ ആളുകളുണ്ട് ഞാനീ പറഞ്ഞ്. പിന്നെ പല രീതിയിൽ ഒരുപാട് സാമ്പത്തികം വന്നവരുണ്ട്, ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡോക്ടേഴ്സുണ്ട്, പല പ്രൊഫഷണൽ ചെയ്യുന്നവരുണ്ട്, അവർ സ്വന്തമായിട്ട് ഈ ഹോസ്പിറ്റലിൽ നടത്തുന്നവരുണ്ട്. സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ അത് ആദ്യം സ്വന്തമായിട്ടില്ലാഞ്ഞിട്ട് പോലും പിന്നീട് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ വരെ ആയി. അങ്ങനെ നല്ല രീതിയിൽ ഭഗവാൻ രക്ഷപ്പെടുത്തിയവരുണ്ട്. ഭഗവാനാണ് രക്ഷപ്പെടുത്തിയത്. ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ എത്ര ബിസിനസ്സുകാരുണ്ട്, പലവിധ തൊഴിൽ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് രക്ഷപ്പെട്ട്. അപ്പം നമുക്ക് കടമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒന്നുകിൽ കട ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കടം വരുന്നത്. ഇല്ലെങ്കിൽ അത് ഉണ്ടായാൽ വീട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ശ്രമിക്കണം.
അല്ലാതെ പറഞ്ഞു നടക്കുന്നതിനകത്തൊരു കാര്യമില്ല. കാരണം അവനവൻ വരുത്തി വെക്കുന്നത് അത് അവനവൻ തന്നെ ഒന്നുകിൽ വീട്ടാൻ ശ്രമിക്കുക, അല്ലെ അത് ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുക. പിന്നെ ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുമല്ല. ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതം മാറും. അതിൽ ഒരു പ്രധാനമായ കാര്യമാണ് ബുധനാഴ്ചയിൽ അവൽ നിവേദ്യം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് പറഞ്ഞു തരുന്നത്. നമ്മളുടെ വീഡിയോ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളും കാണുന്നുണ്ട്. മലയാളീസാണ് ഒരു ഓൾമോസ്റ്റ് എല്ലാ പല രാജ്യങ്ങളിലുള്ളവരും കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളുടെ സാഹചര്യവും സൗകര്യവും അനുസരിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഞാൻ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞാണ് പറഞ്ഞു തരുന്നത്. ഇത് ആര് ചെയ്യുന്നു, ഭക്തിയോടെ ഭഗവാനോട് ചെയ്യുന്നു, അവരെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഇനി നമ്മളുടെ വീടുകളിൽ നിത്യവും ഐശ്വര്യം ഉണ്ടാകാനും നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും സാധിക്കാനും വാസ്തുദോഷമോ എന്ത് ഗ്രഹപ്പിഴകളോ ഗ്രഹദോഷങ്ങളോ ഭൂമിദോഷം എന്തുണ്ടെങ്കിലും മാറിക്കിട്ടുന്ന ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരികയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു 5:30-ക്കും 5:45-നും ഇടയ്ക്ക് ഒന്നുകിൽ കാലും കൈയും മുഖവും കഴുകി അല്ലെ കുളിച്ച ശേഷം നിങ്ങളൊരു പുൽപ്പായിട്ട് നിങ്ങൾ കിഴക്കോട്ട് നോക്കിയിരിക്കണം. എന്നിട്ട് ഒരു മൺചിരാത് എന്ന് വെച്ചാൽ ചെറിയ മൺചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് പടിഞ്ഞാട്ട് വെക്കണം. നിങ്ങൾ കിഴക്കോട്ടിരിക്കണം. ആ മൺചിരാത് ഒരു തട്ടത്തിൽ വെക്കണം. അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ വാഗോണ്ട് ജപിക്കണം. ഇത് ഒരു തവണ ജപിച്ച ശേഷം പിന്നെ ജപിക്കുന്നത് ഓം ചേർക്കാതെ ജപിക്കണം. ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഹ്രീം എന്നുള്ള ഹായ കേട്ടോ, കായല്ല. അപ്പോൾ ഈ പിന്നെ ജപിക്കുന്നതല്ല ഓം ചേർക്കാതെ ജപിച്ചാൽ മതി. ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. അതൊരു 3 മിനിറ്റോ ഒക്കെ ജപിക്കുക. എന്നിട്ട് ഇവിടെ ഇത് കഴിഞ്ഞാണ് അതിൻ്റെ പ്രധാന രഹസ്യം ഇരിക്കുന്നത്, ധനസമൃദ്ധി ഉണ്ടാകാൻ. ഇപ്പോൾ ഇങ്ങനെ ജപിക്കുന്നത് നമുക്ക് അഭീഷ്ടങ്ങൾ സാധിക്കാനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും ഗ്രഹപ്പിഴകളും വാസ്തുദോഷങ്ങളും സർവ്വദോഷങ്ങളും മാറിക്കിട്ടാനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനാണ്. ഇനി ധനസമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് നേരെ പുൽപ്പായിട്ട് പടിഞ്ഞാട്ടിരിക്കണം നമ്മൾ. എന്നിട്ട് ഈ മൺചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിച്ചത് ഒരു തട്ടത്തിൽ വെച്ച് കിഴക്കോട്ട് തിരി വെക്കണം, ഒരു തിരിയിട്ട്. ഇത് തന്നെ നമ്മൾ ആ ഇരിക്കുന്ന ഡയറക്ഷൻ ഒന്ന് മാറുന്നൊന്നുമില്ല. എന്നിട്ട് പടിഞ്ഞാട്ടിരുന്ന് നമ്മൾ ഇതുപോലെ തന്നെ 3 മിനിറ്റോ 1 മിനിറ്റോ ജപിക്കുക. ധനസമൃദ്ധിക്കാണ്. ഇത് ആരും പറഞ്ഞു തരത്തില്ല. കൃത്യം ഇതൊരു 21 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 48 ദിവസം ചെയ്ത് നോക്കുക. നിങ്ങൾക്കപ്പം മനസ്സിലാകും ഇതിൻ്റെ അത്ഭുത ശക്തി എന്നാണ്. ഇനിയും ഇത് ഇപ്പോൾ സ്ത്രീകൾക്ക് ശുദ്ധവൃത്തി അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ദിവസങ്ങൾ ഒഴിച്ച് ചെയ്താൽ മതി, അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ നിത്യവും ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ ശുദ്ധവൃത്തിയുള്ള സമയങ്ങൾ, അശുദ്ധിയാകുന്ന സമയങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി, അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല. ആ സമയങ്ങൾ അത്ര ദിവസങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് ചെയ്താൽ മതി. പുരുഷന്മാരാണ് നിത്യവും ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ആ വീട്ടിൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. അത്ഭുതകരമായ ഒരു വിദ്യയെ പറഞ്ഞു തരുന്നത്. നെയ്വിളക്കിന് മുന്നിൽ ഈ മന്ത്രജപത്തിന് പ്രത്യേക ശക്തിയാണ്. ആശ്ചര്യകരമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്, അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇനിയും ഇത് നിങ്ങൾക്ക് ദിവസവും ജപിക്കാൻ പറ്റുന്ന ഒരു ദിവസവും ജപിക്കുക. അല്ലാത്തവർക്ക് വേണം ചൊവ്വായും വെള്ളിയും മാത്രം ജപിച്ചാൽ മതി. ദിവസവും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ഗുണമുണ്ടാകും. കലഹങ്ങൾ മാറി നിൽക്കും, സകല ദോഷങ്ങളും മാറി നിൽക്കും, ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും, ധനസമൃദ്ധി ഉണ്ടാകും. വീട്ടിൽ എപ്പോഴും ഈ വഴക്കൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ വേറൊരാൾ ഉടനെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുക. ഇത് ഇന്ന് മിക്കവാറും പല വീടുകളിലും ഒരു കാഴ്ചയാണ്. വീട്ടിൽ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണ്. ഒരാൾ പറയുമ്പം വേറൊരാൾ അതിനെ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേൾക്കാൻ പോലും ഒരാൾ തയ്യാറല്ല, മിണ്ടാതിരിക്കും, മറുപടി പറയത്തില്ല. അത് കേൾക്കാൻ പോലും ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ വീടുകളിലൊക്കെ ഒരു 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 പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ട്. അപ്പം അതെല്ലാം മാറിക്കിട്ടും. ഈ കുടുംബങ്ങൾ തമ്മിൽ ഐക്യവും സന്തോഷവും സമാധാനവും, മക്കൾക്ക് അപ്പനോട് സ്നേഹവും ബഹുമാനവും
അപ്പനും അമ്മയ്ക്കും മക്കളോട് സ്നേഹവും, മൊത്തത്തിൽ ഭയങ്കര ഒരു സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടായി വരുമെന്നുള്ളതാണ് അവിടെ. കാരണം ദേവിയുടെ അനുഗ്രഹം കളിയാകും. ദേവിയുടെ അനുഗ്രഹം വന്നു കഴിയുമ്പോഴേ അവിടെ നെഗറ്റീവ് എനർജികളൊന്നും നിൽക്കത്തില്ല. അതായത് ചില വീടുകളിലൊക്കെ ചിലപ്പം ചില നെഗറ്റീവ് എനർജികൾ ഒക്കെ കാണും. ഒരു നെഗറ്റീവ് എനർജികളും ആ വീടുകളിൽ പിന്നെ വസിക്കത്തില്ല. അപ്പോഴത്തേനും നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യമായി, സന്തോഷമായി, നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളായി, ദുരിതങ്ങൾ മാറി കിട്ടും. അതായത് ആവശ്യമില്ലാതെ പലപ്പോഴും ദുരിതങ്ങളെ, തീരാ ദുരിതങ്ങളെ, ഉദ്ദേശിക്കാതെ പല പല ആപത്തുകളെ, ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മാറിക്കിട്ടും. അത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതുവരെ അനുഭവിച്ചതല്ല, എടാ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് എനർജിയുടെ ആയിരുന്നല്ലോ എന്ന് അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മാസത്തിൽ ഒരു ചൊവ്വാഴ്ച, ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേരിൽ 100 രൂപയുടെ ഒരു സാധാ ഗുരുതി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. അതോടൊപ്പം മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗ്രഹനാഥൻ ഉണ്ടെങ്കിൽ ഗ്രഹനാഥൻ്റെ പേരിൽ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവ. ഇനി ഗ്രഹനാഥൻ ഇല്ലെങ്കിൽ ഗ്രഹനാഥയുടെ പേരിൽ ഒരു ഗണപതി ഹോമം, രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവ. ഇതെല്ലാ കുടുംബങ്ങളും മാസത്തിൽ 1 വീതം ചെയ്യണം. കാരണം ആ കുടുംബത്തിൽ എല്ലാവിധ ദുരിത ശമനങ്ങൾ ഉണ്ടാകാനും സർവ്വ ഐശ്വര്യങ്ങൾ കളിയാടാനും ഉപകരിക്കും. കാരണം ഈ ഭഗവതി സേവയ്ക്ക് വലിയ ശക്തിയാണ്. ദൈവാധീനം ഉണ്ടാക്കാൻ വളരെ പ്രാധാന്യമാണ് ഭഗവതി സേവ. ഈശ്വരാധീനം പെട്ടെന്ന് ഉണ്ടാകും. അത് അത്ഭുതകരമായ കാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും അത് നമ്മൾ ഞൊടിയിടയിൽ മാറ്റിത്തരാൻ ദേവിക്ക് പറ്റും. കാരണം 10ഉം 15ഉം കൊല്ലം കഴിവും അറിവും ഒക്കെ ഉള്ളവരും ദുരിതവും ദാരിദ്ര്യവുമായിട്ട് ജീവിച്ച് പിന്നെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട്. അപ്പം എനിക്ക് അവരോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഇതൊന്നും ഇത്ര അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് നേരത്തെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞു കൊടുത്ത പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഭഗവതി സേവ. ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. ഇതൊരു വലിയ പൈസയൊന്നും ആകത്തും. അപ്പോൾ ഇത് മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യണം. ഗ്രഹനാഥൻ ഉണ്ടെങ്കിൽ ഗ്രഹനാഥൻ്റെ പേരിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ. ഗ്രഹനാഥൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥയുടെ പേരിൽ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഒരു ഭഗവതി സേവ, മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച. ഇനി അതല്ല, ഒരു മോനുണ്ടല്ലേ മോളുണ്ട്, അവർക്ക് ഒരു ജോലിക്കാര്യത്തിന് അല്ലെങ്കിൽ വിവാഹകാര്യത്തിനൊക്കെ പല തടസ്സങ്ങളുണ്ട്, അവരുടെ പേരിലും ചെയ്യാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ക്ഷേത്രത്തിൽ തമ്മിൽ പൈസ ഒന്നും ആകത്തില്ല. അവരുടെ പേരിൽ കൂടി ചെയ്യാം കേട്ടോ. നല്ലതാണ്. മാസത്തിൽ 1 വീതം ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. നിങ്ങൾ ചെയ്ത ഇവർക്ക് ഗുണമുണ്ടായി, ആ അനുഭവങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പം ഇത് അപാരമായ ഏതൊരു കുടുംബത്തിലും ആ ദുരിതശമനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എടാ ഇതുവരെ ഞാൻ കിടന്ന് ഈ കഷ്ടപ്പെട്ടത്, അലഞ്ഞത്, ദുരിതങ്ങൾ അനുഭവിച്ചത് ഒക്കെ ഈ ദൈവാധീനത്തിൻ്റെ കുറവുകൊണ്ടായിരുന്നല്ലോ. അതങ്ങനെ മനസ്സിലാകത്തുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വഴിപാടുകൾ ചെയ്ത് ദൈവാധീനം ഉണ്ടായവർക്ക് അത് മനസ്സിലാകും. ഇന്നിപ്പോൾ എനിക്ക് വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്ത് മോന് ഏതാണ്ട് നല്ല ഒരിടത്താണ്ട് ഏതാണ്ട് പഠിത്തത്തിൻ്റെ ഏതാണ്ട് പാസ്സായിട്ട് ജോലിയുടെ കാര്യത്തിനോട് നല്ലൊരു ഉയർന്ന ഒരു സ്ഥലത്തായിട്ട് ജോലിയാണോ അതിൻ്റെ അവിടെ പഠിക്കാൻ വേണ്ടി ചേർന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. അപ്പോൾ ഏതായാലും വലിയ നിലയിലുള്ളൊരു സംഭവമാണ്, മാറ്റമാണ് അവർക്ക് ഉണ്ടായത്. അതവർക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ച കാര്യമാണ്. അത് വലിയൊരു പഠനവും ഏതാണ്ടാണ്. അത് ഇന്നിപ്പം കണ്ട ഒരു മെസ്സേജാണ്. ഇത് എഞ്ചിനീയറിംഗ് സംബന്ധമായ പഠനമാണ്. അപ്പം ഞാനത് മുഴുവൻ വ്യക്തമായിട്ട് കേട്ടില്ല, അതുകൊണ്ടാണ്. എങ്കിൽ പോലും എനിക്കൊരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ശിവന് കദളിപ്പഴം ചെയ്തു, ഞാൻ പറഞ്ഞ മുരുകന് ചൊവ്വാഴ്ച ത്രിമധുരം ചെയ്തു. അവർ ചെയ്തത് എന്താണെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവർക്ക് ആ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അതുപോലെ എത്ര ആളുകളുടെ ജീവിതം മാറിയിരിക്കും. അപ്പം അറിയേണ്ട കാര്യങ്ങൾ അറിയുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മൾക്ക്
കർമ്മം, തൊഴിൽ ഈശ്വരനാണ്. നമ്മളൊരിക്കലും വെറുതെ സമയം കളയരുത്. നമ്മൾ പ്രയത്നിക്കുക, നമ്മുടെ തൊഴിൽ എന്തായാലും അത് തൊഴിൽ ഈശ്വരനാണ്. അത് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, ഈശ്വരാനന്ദത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.